Hello guys, welcome back to our YouTube channel, The World of English Literature. So, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ +1-ൻ്റെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആൻഡ് ഫസ്റ്റ് പാർട്ടിലെ എക്സസൈസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ദ മിറർ വിതിൻ എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ ടൈറ്റിൽ വരുന്നത്. സോ ആ ഒരു ടൈറ്റിലിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇമേജ് അല്ലെ ഒരു പെയിൻറ്റിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എമിലി ബ്രനോഫിൻ്റെ ദ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്ന 1881 പെയിൻറ്റ് ചെയ്ത ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 3 ചാപ്റ്റേഴ്സാണുള്ളത്. ഫസ്റ്റ് 1, 2, 3 ചാപ്റ്റേഴ്സാണുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ഫുഫി, സെക്കൻഡ് ചാപ്റ്റർ സോ മച്ച് ഹാപ്പിനെസ് ആൻഡ് തേർഡ് ചാപ്റ്റർ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ നമുക്ക് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് അതിന് ഫ്രണ്ടിൽ കുറച്ച് എക്സ്പ്ലനേഷൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് എക്സസൈസ്, ഒരു ജനറൽ ഓവർവ്യൂ ഓഫ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ദ യൂണിറ്റ് ഈസ് ബീൻ ഗിവൺ ഇൻ ദി ഫസ്റ്റ് പേജ് അല്ലേ. ഫസ്റ്റ് പേജിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എന്താണെന്നാണ് ഇപ്പം നോക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങളിവിടെ നോക്കിക്കേ, നിങ്ങൾക്കിവിടെ ഒരു 3 ലൈൻസ് ഉള്ളൊരു സാധനം കാണാൻ പറ്റും. ഒരു 3 ലൈൻ സാധനമല്ല, ഒരു ഹൈക്കു കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹൈക്കു എന്ന് വെച്ചാൽ എന്താണെന്നല്ലേ. മോസ്റ്റ്ലി എല്ലാവരും തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു വാക്ക് കേൾക്കുന്ന ഹൈക്കു എന്താണ് എന്ന്. അപ്പം നിങ്ങളത് എന്താണ് എന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ചാപ്റ്ററിൻ്റെ താഴെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഒരു ഹൈക്കു എന്നുള്ളത്. എ ഹൈക്കു ഈസ് എൻ അൺറൈംഡ് ജാപ്പനീസ് പോയം ഓഫ് 3 ലൈൻസ്. ഇറ്റ് ഓഫൻ features an image or a pair of images meant to depict the essence of a specific moment in life. So അതാണ് ആ ഒരു ഹൈക്കു എന്നതിനൊരു എക്സ്പ്ലനേഷൻ അല്ലേ. നിങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ ചിലപ്പം എന്താ ഒരു ജാപ്പനീസ് പോയമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, 3 ലൈൻസ് ഉണ്ടെന്ന് മനസ്സിലാവും അല്ലേ പെട്ടെന്ന്. അപ്പോൾ തന്നെ മനസ്സിലാവും ഒരു ജാപ്പനീസ് പോയം. ഇതിനെയാണ് നമ്മളൊരു ഹൈക്കു എന്ന് വിളിക്കുന്നത്. ഹൈക്കു പോയത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? 3 ലൈൻസാണുള്ളത്. അതിന് 3 ലൈൻസ് മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ ഒരു മലയാളം ഡിസ്ക്രിപ്ഷൻ തരുവാണ് എങ്കിൽ അല്ലേ മനസ്സിലായതുപോലെ തന്നെ ഒരു ഹൈക്കു എന്നൊരു ജാപ്പനീസ് കവിതാരൂപമാണത്. അപ്പോൾ ഒരു സാധാരണയായിട്ടത് കാണപ്പെടുന്ന എത്ര വരികളിലാണ്? 3 വരികളിലാണ്. അൺറൈംഡ് ആയിരിക്കും. നോട്ട് ചെയ്യേണ്ടത് അൺറൈംഡ് ആയിരിക്കും അല്ലേ. അൺറൈംഡ് ആയിട്ടുള്ളൊരു കവിതയാണ്. അപ്പം ആ ഒരു ഹൈക്കുവിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു പ്രത്യേകത, ഒരു പ്രത്യേക നിമിഷത്തിൻ്റെ ഒരു ഭാവം അല്ലെങ്കിൽ ഒരു സൗന്ദര്യം ഒക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ അവർ അവതരിപ്പിക്കുന്നത്. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ഇമേജ് അല്ലേ, ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ദൃശ്യങ്ങൾ, എ പെയർ ഓഫ് ഇമേജസ് ആണ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റുന്നത് അല്ലേ. നമ്മൾ ആ ഒരു ഇമേജസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു സാധനം വായിക്കുമ്പോഴത്തേക്ക്, ഒരു കാര്യം വായിക്കുമ്പം അതിൻ്റെ ആ ഒരു രൂപം നമ്മളുടെ മനസ്സിലേക്ക് വരും. അതിനാണ് ഇമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 വരികളിൽ ഒരു ഇമേജ് കാണാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇമേജുകൾ നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലേ. എത്ര സിമ്പിളാണ് ആ ഒരു 3 ലൈൻസിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഒരു പോയം, ജാപ്പനീസ് പോയമാണ് നമ്മുടെ ഹൈക്കു. അപ്പോൾ ഈ ഹൈക്കുവിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പറയുകയാണ് എങ്കിൽ ഈ ഒരു ഹൈക്കുവിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ആ ഒരു ടോപ്പിക്സ് അല്ലെങ്കിൽ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രകൃതിയെ പറ്റിയിട്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ വെതറിനെ പറ്റി, കാലാവസ്ഥയെ പറ്റിയിട്ടാകാം, അല്ലെങ്കിൽ ജീവിതത്തിലെ പല അനുഭവങ്ങളെയും കുറിച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ഹൈക്കുവിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിക്കുന്ന ആ ഒരു വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഹൈക്കുവിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്കിനി അടുത്തത് ഹൈക്കു എന്താണെന്ന് കണ്ടല്ലേ. നമുക്കിനിയിപ്പം ആ ഒരു ഹൈക്കുവിലേക്ക് പോകാം. ഓ സ്നെയിൽ,
ക്ലൈം മൗണ്ട് ഫിജി ബട്ട് സ്ലോലി. അപ്പോൾ ഒരു 3 ലൈൻസിൽ കുറച്ച് ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു സ്നെയിലിനെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒച്ചിൻ്റെ ഒരു ഇമേജ് നിങ്ങൾക്ക് ഒരു മനസ്സിൽ കിട്ടിക്കാണും. ഒച്ചിൻ്റെ ഇമേജ്, ഒച്ചെന്നാണ് സ്നെയിൽ എന്ന് പറയുന്നത്. മൗണ്ട് ഫ്യൂജി എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഒരു മൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു മൗണ്ടെയിൻ ആണെന്നൊന്ന് മനസ്സിലാവും അല്ലേ. മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന ഒരു മൗണ്ടെയിനാണ് മൗണ്ട് ഫ്യൂജി എന്ന് പറയുന്നത്. അപ്പം മൗണ്ട് ഫ്യൂജി, അപ്പം നമ്മുടെ സ്നെയിലിനോട് ഇവിടെ പറയുകയാണ് ആ ഒരു വലിയ മലയായിട്ടുള്ള മൗണ്ട് ഫ്യൂജി കയറുക എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തിനാണ് കയറുന്നത്? എങ്ങനെയാണ് കയറുന്നത്? സ്ലോലി. ആ ഒറ്റയടിക്ക് പോയി മല കയറാനല്ല നമ്മുടെ ഒച്ചിനോട് പറയുന്നത്, മറിച്ച് എന്താണ് പറയുന്നത്? സ്ലോലി അല്ലേ, പയ്യെ ആ ഒരു മല കയറാനാണ് നമ്മുടെ ഒച്ചിനോട് പറയുന്നത്. ഓക്കെ, സോ എന്തിനായിരിക്കും അങ്ങനെ ഒച്ചിനോട് മല കയറാൻ വേണ്ടിയിട്ട് പറയുന്നത്? അപ്പം നിങ്ങൾ ലിറ്ററലി ഒരു ഒച്ച് മല കയറുന്നു എന്നൊരു സാധനം നമ്മുടെ മനസ്സിൽ ഇമേജ് ആയിട്ട് വരും. പക്ഷെ ആ ഒച്ച് ഇവിടെ ആരാണ്? നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ് അല്ലേ, മനുഷ്യന്മാരാണ് നമ്മുടെ ഇവിടെ ഒച്ചായിട്ടുള്ളത്. ആ ഒരു മൗണ്ട് ഫ്യൂജി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫിനെയാണ് ഇവിടെ മൗണ്ട് ഫ്യൂജി ആയിട്ട് നമ്മളുടെ പോയിറ്റ് അല്ലെങ്കിൽ ഇത് എഴുതിയിരിക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് താഴെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇഫ് യു വെയർ ദ സ്നെയിൽ ക്ലൈംബിംഗ് ദ മൗണ്ടൻ ഓഫ് യുവർ ലൈഫ്, ഹൗ വുഡ് യു കീപ് യുവർ സെൽഫ് മോട്ടിവേറ്റഡ്? അപ്പോൾ അതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നിങ്ങളാണ് ആ ഒരു ഒച്ച്, നിങ്ങളാണ് ആ ഒരു മല കയറുന്നത്. ആ ഒരു മല എന്തിൻ്റെ മലയാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ മലയാണ്. ആ ഒരു ജീവിതത്തിൻ്റെ മല കയറുന്നത് നിങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു മല കയറാനായിട്ടുള്ള ആ ഒരു പ്രചോദനം എന്തായിരിക്കും? എങ്ങനെയായിരിക്കും നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഈ ഒരു എങ്ങനെയായിരിക്കും നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇഫ് ഐ വെയർ ദ സ്നെയിൽ ഐ വുഡ് കീപ് ഗോയിങ് ബൈ, ഐ വുഡ് ടെൽ മൈസെൽഫ് ദാറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം ഇഫ് ഐ വെയർ ദ സ്നെയിൽ ഐ വുഡ് അല്ലേ. അപ്പം ഞാൻ ഒരു ഒച്ച ആയിരുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? നീ ഒരു ഒച്ച ആയിരുന്നു എങ്കിൽ നീ എന്ത് ചെയ്തേനെ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ഇഫ് ഐ വെയർ ദ സ്നെയിൽ ഐ വുഡ് കീപ് മൂവിങ് ഫോർവേഡ് ഈവൻ ഇഫ് ഐ വാസ് സ്ലോ അല്ലേ. ഞാനൊരു ഒച്ച ആയിരുന്നു എങ്കിൽ, ഞാൻ സ്ലോ ആയിരുന്നു എങ്കിലും, ഞാൻ ഒരു മന്ദഗതിയിലായിരുന്നാലും എങ്ങനെയായിരിക്കും? ഞാൻ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും എന്നാണ് പറയേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസേഴ്സ് കൊടുക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് ഐ വുഡ് കീപ് ഗോയിങ് ബൈ എന്ന് വെച്ചാൽ എന്താണ്? ഞാനത് തുടർന്ന് കൊണ്ടുപോകും അല്ലേ. എങ്ങനെ? സോ എനിക്ക് എഴുതാം ഐ വുഡ് കീപ് ഗോയിങ് ബൈ തിങ്കിങ് അബൌട്ട് മൈ ഗോൾസ് ആൻഡ് ടേക്കിംഗ് one step at a time. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം അല്ലേ. എൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ചും ഓരോ ചുവടായി മുന്നോട്ട് പോയും ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ആ ഒരു യാത്ര തുടരുക തന്നെ ചെയ്യും അല്ലേ. പിന്നെ അടുത്ത എന്താണ്? ഐ വുഡ് ടെൽ മൈസെൽഫ് ദാറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ എന്നോട് തന്നെ പറയും, എന്നോട് തന്നെ മോട്ടിവേഷൻ ആയിട്ട് എന്താണ് പറയുന്നത്? ഐ വുഡ് ടെൽ മൈസെൽഫ് ദാറ്റ് എവറി സ്മോൾ സ്റ്റെപ്പ് ബ്രിങ്സ് മീ ക്ലോസർ ടു സക്സസ് അല്ലേ. ഓരോ ചെറിയ ചുവടുകളും എന്നെ വിജയത്തോട് കൂടുതൽ അടുപ്പിക്കും എന്നായിരിക്കും ഞാൻ എന്നോട് തന്നെ പറയുന്നതെന്നാണ്. ഞാൻ എന്നോട് തന്നെ അങ്ങനെ ആയിരിക്കും പറയുന്നത്. അപ്പം നിങ്ങളെങ്ങനെയാണോ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ ഡു യു തിങ്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡു യു തിങ്ക്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രോഗ്രസ് ക്യാൻ ബി ഡിഫൈൻഡ് ബൈ പേസ്, ഷെയർ യുവർ വ്യൂസ് വിത്ത് യുവർ ഫ്രണ്ട്സ് അല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്കഷൻ പോലെ എന്താണ് ആ ഒരു വേഗത നമ്മളുടെ ആ ഒരു പ്രോഗ്രസ്സിനെ നിശ്ചയിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഐ തിങ്ക് പ്രോഗ്രസ് ഈസ്, എനിക്ക് തോന്നുന്നു പ്രോഗ്രസ് എന്നാൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് എഴുതാം? ഐ തിങ്ക് പ്രോഗ്രസ് ഈസ് മൂവിങ് ഫോർവേഡ് ആൻഡ് ഇംപ്രൂവിങ് നോ മാറ്റർ ഹൗ ഫാസ്റ്റ് ഓർ സ്ലോ. അങ്ങനെ നിങ്ങൾക്ക് എഴുതാം അല്ലേ. വേഗത എത്ര ആയാലും മുന്നോട്ട് പോകുക തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ. മുന്നോട്ട് പോകും തോറും മെച്ചപ്പെടുന്നത്
മുന്നോട്ട് പോകുകയും മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ് പുരോഗതി എന്ന് ഞാൻ കരുതുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഐ തിങ്ക് പ്രോഗ്രസ് ഈസ് മൂവിങ് ഫോർവേഡ് ആൻഡ് ഇംപ്രൂവിങ് നോ മാറ്റർ ഹൗ ഫാസ്റ്റ് സ്ലോ. ഫാസ്റ്റ് ആയാലും സ്ലോ ആണെങ്കിലും മുന്നോട്ട് പോകുക എന്നതാണ് നമ്മളുടെ ആ ഒരു പ്രോഗ്രസ് എന്നാണ് പറയേണ്ടത്. സോ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നു സ്പീഡ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്രി ചെയ്തും ഡിസഗ്രി ചെയ്തും എഴുതാം. ഐ ബിലീവ് സ്പീഡ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് എന്താണ്, സ്റ്റഡി എഫേർട്ട് ലീഡ്സ് ടു സക്സസ് അല്ലേ, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. സ്ഥിരമായിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് എഴുതാം. അതിനാൽ വേഗത അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ, പ്രധാനമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെ അത് പ്രധാനമാണ്. ഇമ്പോർട്ടൻറ്റ് സ്പീഡ് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ എന്ന് വെച്ച് നിങ്ങൾക്ക് അത് സ്പീഡിനെ സപ്പോർട്ട് ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്നൊരു സാധനമുണ്ട്, കേട്ടില്ലേ? ആ ഒരു പ്രോവേർബ് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം നിങ്ങൾക്കിനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിൽ വരാൻ പോകുന്ന തീമോ അല്ലെങ്കിൽ ടോപ്പിക്സോ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോവേർബ്സ് ഒക്കെ നിങ്ങൾക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വരുന്ന ചാപ്റ്റേഴ്സിൽ ബേസ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ലാസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും, ദ ഹൈക്കു ഡസ് നോട്ട് ടെൽ us whether the snail reaches the peak, which is more important, the journey or the destination. ഡിസ്കസ്. അപ്പോൾ നമുക്കൊരു ഡിസ്കഷന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് ഈ ഒരു ഹൈക്കു, ഈ ഒരു പോയത്തിൽ നമുക്ക് പറയുന്നില്ല ആ ഒരു മല കയറി മലയിലെത്തി പീക്കിലെത്തി എന്നൊന്നും നമ്മളോട് പറയുന്നില്ല. പക്ഷേ നമുക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യാം എങ്ങനെ ആയിരിക്കും എന്ന്. ആ ഒരു യാത്രയാണോ അല്ലെ ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനാണോ ഇമ്പോർട്ടൻറ്റ് എന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എന്താണ്, എനിക്ക് ആ ഒരു ജേർണി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ലേൺ മെനി ലെസൺസ്. നമ്മൾ പുതിയ പുതിയ ലെസൺസ് പഠിക്കും ആൻഡ് ഗെയിൻ എക്സ്പീരിയൻസസ് അല്ലേ, ആൻഡ് ഗെയിൻ എക്സ്പീരിയൻസസ് അലോങ് ദി വേ. ആ ഒരു യാത്ര പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ കുറേ കാഴ്ചകൾ കാണുന്നു, കുറേ അനുഭവങ്ങൾ കിട്ടുന്നു. ആ അനുഭവങ്ങളിലൂടെ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ജേർണിയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു ജേർണിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡെസ്റ്റിനേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ആ ഒരു ഗോളിൽ എത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും ആ ഒരു ഡെസ്റ്റിനേഷൻ എത്തണമെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് എത്താൻ പറ്റില്ല. ആ ഒരു ജേർണി അത് ആണ് നമ്മളെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം. സോ അപ്പോൾ അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും വിട്ട് കളയരുത്. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് എങ്കിലും വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. പിന്നെ നിങ്ങളോടൊരു ഹൈക്കു, ഒരു ടോപ്പിക്, ഇഷ്ടമുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടൊരു ഹൈക്കു എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈക്കു എന്ന് വെച്ചാൽ എന്താ, 3 ലൈൻസേ പാടുള്ളൂ. ഓക്കെ, അതിലൊരു ഇമേജ് വേണം. 1 അതിൽ കൂടുതലോ ഇമേജസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 1 2 ഇമേജസ് ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ ചുമ്മാ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തരുവാണെങ്കിൽ, മോർണിംഗ് സൺലൈറ്റ്, ഡ്യൂ ഡ്രോപ്സ് ഷൈൻ ഓൺ ഗ്രീൻ ലീവ്സ്, ബേർഡ് സിങ് സോഫ്റ്റ്ലി അല്ലേ. നല്ലൊരു ഇമേജാണ് ഇതിൽ വരുന്നത്. മോർണിംഗിലെ സൂര്യൻ്റെ സൂര്യൻ, ആ ഒരു സൂര്യപ്രകാശം, ആ ഒരു പച്ച ഇലകളിലെ ആ ഒരു മഞ്ഞുതുള്ളികളിൽ നിന്ന് തിളങ്ങുന്നു ആ ഒരു സൂര്യപ്രകാശത്തിൽ. ആ ഒരു സോഫ്റ്റായിട്ടുള്ള ആ ഒരു കിളികളുടെ പാട്ടുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഹൈക്കൂസ് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പുള്ള ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും ഈ യൂണിറ്റിലെ മൊത്തം ചാപ്റ്റേഴ്സും വരാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററാണ് ഇനി വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. സോ ഹോപ്പ് യു ലൈക്ക് ദി വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ചാപ്റ്ററിൻ്റെ മലയാളം സമ്മറി ആയിരിക്കും. അപ്പോൾ അതുമായിട്ട് വരുന്നത് വരെ, till then, see you.